നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പോൾ വീണ്ടും നമ്മൾ കേരള ബാങ്കിൻ്റെ റീസെൻ്റായിട്ട് ചോദിച്ച ക്ലർക്ക് തസ്തികയിലേക്കുള്ള എക്സാമിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് പരിശോധിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്ന മേഖലയിലെ ആ പരീക്ഷയ്ക്ക് ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഇതിനോടകം വിശകലനം ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് പരിശോധിക്കേണ്ടത് മറ്റ് ചോദ്യങ്ങളാണ്. അതായത് ആ ഒരു മേഖലയിൽ നിന്നും തന്നെ വന്നിട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ അല്ലേ, ആ ലോ എന്ന് പറയുന്ന കോപ്പറേറ്റീവ് ലോ എന്ന് പറയുന്ന മേഖലയിൽ നിന്നും വന്നിട്ടുള്ള മറ്റ് ചോദ്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് വിശകലനം ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ചോദ്യം വന്ന വഴിയേ എന്ന ഈ ഒരു എക്സാമിനേഷൻ സീരീസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നമുക്ക് പരിശോധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഹൂ ഓർ ഓൾ എക്സംപ്റ്റഡ് ഫ്രം പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീസ് ആസ് പെർ കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1969 എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. ആരെയൊക്കെയാണ് നമ്മൾ എക്സംപ്റ്റ് ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. ഓഡിറ്റ് ഫീസിൽ നിന്ന് എക്സംപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ ആരൊക്കെ എന്നാണ് ചോദ്യം. എനി സൊസൈറ്റി ഫോർ ദ ഫസ്റ്റ് 2 years ഓഫ് ഓഡിറ്റ് അല്ലേ, ഏതൊരു സൊസൈറ്റി അവരുടെ ആദ്യത്തെ 2 വർഷത്തേക്ക് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പഠിക്കുന്നു അല്ലേ. അത് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്, അല്ല. അടുത്തത് 2, ഓൾ സോഷ്യൽ വെൽഫെയർ ആൻഡ് ഫാമിംഗ് സൊസൈറ്റീസ് ഹു ഡോണ്ട് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്സ് ആൻഡ് ഗ്രാൻഡ് ലോൺസ് അഡ്വാൻസസ്. ഓക്കെ, കറക്റ്റാണ്. ഓൾ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓഫ് വിച്ച് all or majority of the members are belonging to the SC/ST except Apex Cooperative അല്ലേ, കറക്റ്റാണ്. Any weavers society until it has completed the 6th cooperative year after its commencement of business എന്ന് പറയുന്നു. ഓക്കെ, അടുത്ത 5-മത്തത് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഓക്കെ, ഇവരെല്ലാം ഒഴിവാക്കിയിട്ടുണ്ടോ അല്ലേ. ഹൂ ഓർ ഓൾ എക്സംപ്റ്റഡ്, ആരെയൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളതെന്നാണ് ചോദ്യം. നമുക്കിതിൽ സോഷ്യൽ വെൽഫെയർ അല്ലേ, ഓക്കെയാണ്, പ്രശ്നമില്ല. ഇതിൽ അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ SC/STs ഒഴിവാക്കിയിട്ടുണ്ട്, വീവേഴ്സ് ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 3 ആൻസർ ഉണ്ട് അല്ലേ, 2, 3, 4 എന്ന് പറയുന്ന ഓപ്ഷൻസ് ഉണ്ട്. വനിതാ കോപ്പറേറ്റീവ്സും ഉണ്ട്. വനിതാ ഫെഡിനാണ് അതിൻ്റെ ഒരു ഇതുള്ളത്. അപ്പോൾ നമ്മുടെ ആൻസർ പക്ഷേ ഓപ്ഷനിലില്ല. ഓക്കെ, അങ്ങനെ ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഇതായിരുന്നു ഒരുപാട് പിള്ളേർക്ക് ഈ ഒരു ലിസ്റ്റിലേക്ക് ഇടം പിടിക്കാൻ പോകാതെ വന്നതിൻ്റെ. ഒരുപാട് ആൾക്കാരെ അത് അഡ്വേഴ്സായിട്ടും എഫക്റ്റ് ചെയ്തു, ഒരുപാട് ആൾക്കാരെ അത് പോസിറ്റീവായിട്ടും എഫക്റ്റ് ചെയ്തു. അപ്പോൾ ഒരുപാട് പിള്ളേർക്ക് ഇതൊക്കെ ഈ ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ ക്യാൻസലായി പോയപ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് അതൊരു അഫക്റ്റീവായി, പിള്ളേരെല്ലാവരെയും അത് അഫക്റ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് നോക്കാം. അത് ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ ഈ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലായി. അപ്പോൾ എക്സംപ്റ്റ് ചെയ്തിരിക്കുന്നത് ആരെയെല്ലാമാണെന്നൊന്ന് പരിശോധിക്കാം. അപ്പോൾ 65 റൂൾ 65-ലാണ് നമ്മൾ ഓഡിറ്റ് ഫീ ലെവിയെ പറ്റിയിട്ട് എന്ത് ചെയ്യുന്നത് പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്നുണ്ട് എന്തോന്നാണ്, ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി. ഓഡിറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടി 1 മാസത്തിനകമാണ് നമ്മൾ എന്തോന്ന് ഫീസ് അടയ്ക്കേണ്ടത്, ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ടത്. ഓഡിറ്റ് ഫീ അടയ്ക്കേണ്ടത് ആർക്കാണെന്ന് ചോദിച്ചാൽ സർക്കാരിനാണ് നമ്മൾ എന്ത് ചെയ്യുക, ഓഡിറ്റ് ഫീ അടയ്ക്കുക എന്നും നമുക്കറിയാം. നമ്മൾ കുറച്ച് ക്ലാസ് സൊസൈറ്റീസിൻ്റെ ഒരു ക്ലാസ്സിനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് ഓഡിറ്റ് ഫീന്ന്. അതിൽ 1-മത്തെ ആളെന്ന് പറയുന്നത് SC/ST സൊസൈറ്റീസ്. ഓക്കെ, അതായത് SC/STs ആണ് മെജോറിറ്റി ആയിട്ട് വരുന്നത് എങ്കിൽ എന്തോന്നാണ് നമ്മൾ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്, ഇൻക്ലൂഡിങ് അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് എന്തോന്നാണ് നമ്മൾ ഓക്കെയാണ്, അത് പ്രശ്നമില്ല അല്ലേ. അതായത് SC/STസിൻ്റെ അപ്പെക്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഉൾപ്പെടെ എല്ലാ SC/ST കോപ്പറേറ്റീവ്സിനെയും നമ്മൾ എന്തോന്ന് ചെയ്തിട്ടുണ്ട്, ഇതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, ഓഡിറ്റ് ഫീ പേയ്മെൻറ്റിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത 2-മത്തത് ഫാമിംഗ് സൊസൈറ്റീസ് വിച്ച് ഡു നോട്ട് അക്സെപ്റ്റ് ഓർ ഗ്രാൻഡ് ലോൺസ് അല്ലെ, ലോൺസ് എന്ത് ചെയ്യാതെ കൊടുക്കാത്തതും ഡെപ്പോസിറ്റ്സ് സ്വീകരിക്കാത്തതുമായിട്ടുള്ള ഫാമിംഗ് സൊസൈറ്റീസിനെ നമ്മൾ ഒഴിവാക്കി. ഇനി അടുത്ത ആളെന്ന് പറയുന്നത് എല്ലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റീസിനെയും നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത, ലോൺസ് പ്രൊവൈഡ് ചെയ്യാത്ത സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് എനി സൊസൈറ്റി വിച്ച് ഹാസ് ആൻ ഓഡിറ്റ് ഇൻ ഇറ്റ്സ് അക്കൗണ്ട്സ് ബൈ ഇറ്റ്സ് ഓൺ എക്സ്പെൻസസ് അല്ലേ. അതായത് ഏതൊരു സൊസൈറ്റി, എനി സൊസൈറ്റി വിച്ച് ഹാസ് ഓഡിറ്റ് ഇറ്റ്സ് അക്കൗണ്ട് ബൈ ഇറ്റ്സ് ഓൺ എക്സ്പെൻസ്, സ്വന്തം പോക്കറ്റിൽ നിന്നും പണം എടുത്തുകൊണ്ട് ഓഡിറ്റിന് വേണ്ടിയിട്ട് ചിലവഴിക്കുന്ന സൊസൈറ്റികളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് എല്ലാ സൊസൈറ്റിയും അവരുടെ ആദ്യത്തെ ഓഡിറ്റിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാ സൊസൈറ്റി, അതായത് എല്ലാ വീവേഴ്സ് സൊസൈറ്റീസിനെ അവരുടെ ആദ്യത്തെ 6 വർഷത്തെ എന്തോന്നാണ് കോപ്പറേറ്റീവ് ഇയറിൽ ആദ്യത്തെ 6 വർഷത്തെ എന്തോന്നാണ് ഓഡിറ്റ് ഫീസ് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് ഏതൊരു ക്രെഡിറ്റ് സൊസൈറ്റി,
പക്ഷേ അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 2000-ന് പുറത്ത് വരാൻ പാടില്ല, അല്ലെങ്കിൽ എന്താണ് അവരുടെ സെയിൽസ് അല്ലെങ്കിൽ ഗ്രോസ് ഇൻകം എന്ന് പറയുന്നത് 10,000-ന് പുറത്ത് വരാൻ പാടില്ല. എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റികളെയും എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ കയർ ഫെഡ് എത്ര രൂപ കൊടുക്കേണ്ടതുണ്ട്? പകുതി 50% എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. എല്ലാ പ്രൈമറി ഫിഷർമെൻ കോപ്പറേറ്റീവുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഖാദി ആൻഡ് അതർ ട്രഡീഷണൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ലൈക്ക് ബാംബു, പോട്ടറി, ജാഗറി, വാഷർമാൻ, ചെത്ത് തൊഴിലാളി, ലൈം ഷെൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ഇവരെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. അതായത് ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത എല്ലാ വനിതാ ഡയറി സൊസൈറ്റീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ വനിതാ ഡയറി സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ അവർ ഹാഫ് ദ റേറ്റാണ്, അതായത് ഓഡിറ്റ് ഫീ എന്ന് പറയുമ്പോൾ എത്രയാണ് കൊടുക്കേണ്ടത്, ഹാഫ് ദ റേറ്റാണ് എന്ത് ചെയ്യാനുള്ളത്, കൊടുക്കാനുള്ളത്. ഓക്കെ, വനിതാ ഡയറി സൊസൈറ്റീസ് എന്ന് പറയുമ്പം എത്ര രൂപ കൊടുക്കണം, ഹാഫ് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ അല്ലേ, ശരി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏതൊക്കെയാണെന്ന് ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. പഠിക്കേണ്ടത് ഏതെല്ലാമാണെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്തോന്നാണ്, എല്ലാ കോപ്പറേറ്റീവ് സൊസൈറ്റി SC/ST കോപ്പറേറ്റീവ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. 2, ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്തത് ലോൺ കൊടുക്കാത്തതുമായിട്ടുള്ള എന്തോന്നാണ് ഫാമിംഗ് സൊസൈറ്റീസിനെ എല്ലാത്തിനെയും ഒഴിവാക്കിയിട്ടുണ്ട്. ഡെപ്പോസിറ്റ് സ്വീകരിക്കാത്ത ലോൺ കൊടുക്കാത്തതുമായിട്ടുള്ള സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം എടുത്തുകൊണ്ട് ഓഡിറ്റ് ഫീ കൊടുക്കുന്ന സൊസൈറ്റികളെ ഒഴിവാക്കിയിട്ടുണ്ട്. അടുത്ത് എല്ലാ സൊസൈറ്റികളെ അവരുടെ ആദ്യത്തെ ഓഡിറ്റിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. എല്ലാ സൊസൈറ്റികൾ, അതായത് വീവേഴ്സ് സൊസൈറ്റീസിനെ അവരുടെ ആദ്യത്തെ 6 വർഷത്തെ ഓഡിറ്റിൽ നിന്നും എന്ത് ചെയ്തിട്ടുണ്ട്, ഫീ കൊടുക്കുന്നതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് ഏതെങ്കിലും ഒരു ക്രെഡിറ്റ് സൊസൈറ്റി, ഏതൊരു ക്രെഡിറ്റ് സൊസൈറ്റി ആയിക്കോട്ടെ, അവരുടെ വർക്കിംഗ് ക്യാപിറ്റൽ 2000-ന് താഴെയോ ഗ്രോസ് സെയിൽസ് എന്ന് പറയുന്നത് എത്ര 10,000-ന് താഴെയോ ആണെങ്കിൽ അവരെ ഒഴിവാക്കിയിട്ടുണ്ട്. കയർ കോപ്പറേറ്റീവുകൾ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷേ കയർ ഫെഡ് ആണെങ്കിൽ 50% തുക എന്ത് ചെയ്യേണ്ടതുണ്ട്, അടയ്ക്കേണ്ടതുണ്ട്. ഫിഷർമാൻ കോപ്പറേറ്റീവ്സിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. പ്രൈമറി ഫിഷർമാൻ കോപ്പറേറ്റീവ്സിനെ ഒഴിവാക്കിയിട്ടുണ്ട്. ട്രഡീഷണൽ ഇൻഡസ്ട്രീസിനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കിയിട്ടുണ്ട്. വനിത അല്ലേ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട്. വനിതയും ഡയറിയും പക്ഷേ എത്ര ശതമാനം കൊടുക്കേണ്ടതുണ്ട്, 50% ഓഡിറ്റ് ഫീയുടെ പകുതി എന്ത് ചെയ്യേണ്ടതുണ്ട്, കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ആൾക്കാരെയാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ഓഡിറ്റ് ഫീയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ളത്. ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഇനിയും എന്ത് ചെയ്യാം, ചോദിക്കാം. ഇനി അടുത്തത് നമുക്ക് പരിശോധിക്കാം. മാച്ച് ദ ഫോളോയിങ് ആണ്. സെക്ഷൻ 65 നിന്നുള്ളൊരു ചോദ്യമാണ്. സെക്ഷൻ 65 നിന്നുള്ളൊരു ചോദ്യമാണ്. ഓഫ് കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഈസ് റിലേറ്റഡ് ടു ദ പേയ്മെൻറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ഫോർ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൊസൈറ്റി. സെക്ഷൻ 65 എന്നാണ് പറഞ്ഞേക്കുന്നത്. മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നു. ഐഡൻറ്റിഫൈ ദ ബേസിസ് ഓഫ് ചാർജിങ് ആൻഡ് ഓഡിറ്റ് ഫീ ഇൻ കേസ് ഓഫ് സൊസൈറ്റീസ് ലിസ്റ്റഡ് ബിലോ എന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ആണ്. സൊസൈറ്റീസ് ഹാവിങ് ക്രെഡിറ്റ് നോൺ ക്രെഡിറ്റ് അല്ലെ, ക്രെഡിറ്റ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സൊസൈറ്റി. നമുക്കറിയാം ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും ആണെങ്കിൽ ക്രെഡിറ്റ് സൊസൈറ്റീസിൻ്റെ നോക്കണം, നോൺ ക്രെഡിറ്റിൻ്റെ നോക്കണം അല്ലേ. അപ്പോൾ ക്രെഡിറ്റിനാണെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വർക്കിംഗ് ക്യാപിറ്റലിൻ്റെതും. നോൺ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിൽ പ്രൊസീഡ്സും. ഓക്കെ, അപ്പോൾ അതിൽ ഏതാണ്, ഓക്കെ 4 ആണ്, A4 അല്ലേ, A4 ക്രെഡിറ്റ് നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. അടുത്തത് സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റ് കയർ കൺസ്യൂമർ കോപ്പറേറ്റീവ് അല്ലേ. ഗുഡ്സുമായിട്ട് ഡീൽ ചെയ്യുന്നതാണെങ്കിൽ ആരാണ്, പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസറും ക്യാൻസൽ ചെയ്തതാണ്. ഓക്കെ, ഇതിൻ്റെ ആൻസറും ക്യാൻസൽ ചെയ്ത് പോയതാണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഈ ക്യാൻസലേഷൻ എന്ന് പറയുന്ന PSC ഒരുപാട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ ക്യാൻസലേഷൻ എന്ന് പറയുന്ന കാര്യം ഇത് ഒരുപാട് ആൾക്കാരെ അഫക്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പോൾ മാക്സിമം ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ചെയ്യാതെ വരിക. അഥവാ അങ്ങനെ ക്യാൻസൽ ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്കിപ്പ് ചെയ്യാം. ഓക്കെ ആണോ? അപ്പോൾ അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് നമുക്കറിയാം അല്ലേ എന്നതാണ് ഈ ക്രെഡിറ്റ് നോൺ ക്രെഡിറ്റ്. അതാണ് എനിക്ക് ആദ്യം വായിച്ചപ്പോൾ എനിക്ക് ഡൗട്ടായത്. ഇത് ഞാൻ പറയുന്നത് തെറ്റാണോ എന്ന് എനിക്ക് തോന്നി. ഓൺ ഹയർ ഓഫ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആൻസർ തെറ്റാണ് അതിൻ്റെ. നമുക്കെന്നാലും അതിൻ്റെ ബാക്കി ഇതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് ഒന്ന് പരിശോധിച്ച് പോകാം. എന്തായാലും നോക്കാം. അപ്പോൾ 65(1) റൂൾ 65(1) നമ്മുടെ ഈ ഒരു ഓഡിറ്റ് ഫീയുടെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ അതിൽ ഹൗസിങ്ങുമായി ബന്ധപ്പെട്ട ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന സൊസൈറ്റികൾ ഒഴികെ മറ്റ് സൊസൈറ്റികളെന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തോന്ന് നോക്കുന്നത്, ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന സൊസൈറ്റികൾ ഒഴികെ മറ്റ് സൊസൈറ്റികൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ എന്തോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു, നമ്മുടെ ഫീസ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അതിൽ പറയുന്നത് ലോങ് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന PCIRDB, ഹൗസിംഗ് കോപ്പറേറ്റീവ്സ്. ഓക്കെ, ഇത്തരം സഹകരണ സംഘങ്ങളെന്ന് പറയുന്നത്
അവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോണിൻ്റെ അഗ്രിഗേറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്തോന്ന് കൊടുക്കുന്നത്, ഓഡിറ്റ് ഫീ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അതായത് ഷോർട്ട് ടേം ക്രെഡിറ്റ് കൊടുക്കുന്ന സഹകരണ സംഘങ്ങൾ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ഫീ കൊടുക്കുമ്പോൾ ലോങ് ടേം ക്രെഡിറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സഹകരണ സംഘങ്ങൾ എന്ത് ചെയ്യുന്നു, അവരുടെ ലോൺസ് ഇഷ്യൂ ചെയ്യുന്നതിനടിസ്ഥാനത്തിലാണ് എന്തോന്ന് കൊടുക്കുന്നത് ഓഡിറ്റ് ഫീ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും ഏതൊക്കെയാണ്, അഗ്രിഗേറ്റ് ഓഫ് ലോൺസ് ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് ഡ്യൂറിങ് ദ ഇയർ അണ്ടർ ഓഡിറ്റ്. ഓക്കെ, അപ്പോൾ ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ് എന്നാണ് പറയുന്നത്. ഇനി അടുത്തത് എന്തോന്നാണ്, ക്രെഡിറ്റും നോൺ ക്രെഡിറ്റും വരുമ്പോൾ രണ്ടുപേരുടെ കാര്യം നോക്കണം അല്ലേ. ആദ്യം നോൺ ക്രെഡിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് നോൺ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്സിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെയിൽ പ്രൊസീഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്, അല്ലെങ്കിൽ എന്തോന്നാണ് ഗുഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ എന്തോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അവരുടെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ക്രെഡിറ്റ് ആക്ടിവിറ്റിയും ചെയ്യും നോൺ ക്രെഡിറ്റ് ആക്ടിവിറ്റിയും ചെയ്യും എന്ന് പറയുമ്പോൾ രണ്ടിൽ ഏതാണോ കൂടുതൽ അതിനനുസരിച്ചാണ് ഓഡിറ്റ് ഫീ കൊടുക്കുക കേട്ടോ. അപ്പോൾ ക്രെഡിറ്റ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റൽ നോക്കുക, നോൺ ക്രെഡിറ്റ് ആണെങ്കിൽ എന്തോ നോക്കുക, നമ്മുടെ സെയിൽ പ്രൊസീഡ്സ് നോക്കുക. ഇതിൽ രണ്ടിലും ഏതാണോ കൂടുതൽ അതിനനുസരിച്ചാണ് നമ്മൾ എന്തോന്ന് പ്രൊവൈഡ് ചെയ്യുക, ഓഡിറ്റ് ഫീ പ്രൊവൈഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ അത് മനസ്സിലാക്കി നിങ്ങൾ വെച്ചേക്കുക. ഇനി അടുത്ത് പറയുന്നത് എന്തോന്നാണ്, സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ. കൺസ്യൂമറും കയറും ഒഴികെയുള്ള മറ്റ് സൊസൈറ്റികൾ, ഗുഡ്സുമായി ഡീൽ ചെയ്യുന്ന സൊസൈറ്റികൾ സെയിൽ പ്രൊസീഡ്സിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ അല്ലേ. എന്തുകൊണ്ടാണ് കയർ കോപ്പറേറ്റീവ്സ്, കാരണം കയർ കോപ്പറേറ്റീവ്സിൽ വരുമ്പോൾ കമ്മീഷനും കൂടെ നമ്മൾ ചേർത്തിട്ടാണ് എന്തോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. ഈ കയർ വിൽക്കുന്നതിലൂടെയൊക്കെ എന്തോന്ന് കിട്ടും, കമ്മീഷൻ കിട്ടും. കമ്മീഷനും കൂടെയൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്തോന്ന് ചെയ്യുന്നത്, അവരുടെ ആ ഒരു സംഭവം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കയർ കോപ്പറേറ്റീവ്സിലുണ്ട് എന്തോന്നാണ്, ഓൺ പ്രൊസീഡ്സ് ഓഫ് സെയിൽ ഓഫ് കയർ സോൾഡേഴ്സ് ഓണർ as well as on the commission realized on goods sold as agent. ഏജൻറ്റായി വിറ്റ കമ്മീഷൻ്റെ അടിസ്ഥാനത്തിലും അതുപോലെ തന്നെ ഓണറായി വിറ്റ എന്തോന്നാണ് കയറിൻ്റെ ആ ഒരു എമൗണ്ടിൻ്റെ അടിസ്ഥാനത്തിലുമാണ് നമ്മൾ എന്തോന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഫീസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് ആണെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് ഓഫ് ഗുഡ്സ് ആണ്. ഓക്കെ, പ്രൈമറി കൺസ്യൂമർ കോപ്പറേറ്റീവ്. എന്നാൽ DWCS ആണെന്നുണ്ടെങ്കിൽ എന്തോന്നാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഓർ എന്തോന്നാണ് സെയിൽ പ്രൊസീഡ്സ് വിച്ച് എവർ ഈസ് ഹയർ ആണ്. അതിൽ കൺസ്യൂമർ ഫെഡോ DWCS ആണെന്നുണ്ടെങ്കിൽ എന്തോന്നാണ്, വർക്കിംഗ് ക്യാപിറ്റൽ ഓർ സെയിൽ പ്രൊസീഡ്സ് വിച്ച് എവർ ഈസ് ഹയർ ആണ്. ഇതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. കൺസ്യൂമർ ഫെഡ് നല്ല ചോദ്യമാണ്, ചോദിക്കാൻ സാധ്യത നന്നായിട്ടുള്ളൊരു ചോദ്യമാണ്, സ്റ്റാൻഡേർഡ് ക്വസ്റ്റ്യനാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ഓഡിറ്റ് ഫീ എന്ന് പറയുന്നത്. ഓക്കെ, പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ് കൺസ്യൂമർ ഫെഡിൻ്റെ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്ന് ചോദിച്ചാൽ നല്ലൊരു ക്വസ്റ്റ്യനാണത്, നന്നായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് എന്താണ്, ട്രാൻസ്പോർട്ട് സൊസൈറ്റീസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് നമുക്കറിയാം അല്ലേ, വാഹനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവർ ഇപ്പോൾ ഈ വാഹനങ്ങൾ വാങ്ങുകയും അതുപോലെ തന്നെ എന്തോന്നാണ് വാഹനങ്ങൾ മെയിൻ്റനൻസും കാര്യങ്ങളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന സഹകരണ സംഘങ്ങളാണ് ഇതെന്ന് പറയുന്നത്, നമ്മുടെ ഈ ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർ ഓൺ ഹയർ ചാർജ് കളക്റ്റഡ് ആൻഡ് സെയിൽ പ്രൊസീഡ്സ് ഓഫ് ആർട്ടിക്കിൾ അല്ലേ. ഹയർ ചാർജ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്, അവർ ഈ വണ്ടിയൊക്കെ ടാക്സി ആയിട്ടൊക്കെ ഓടിക്കിട്ടുന്നതിലൂടെയുള്ള എന്തോന്നാണ് വരുമാനവും പിന്നെ അതുപോലെ തന്നെ എന്തോന്നാണ് സെയിൽ പ്രൊസീഡ്സ് ആൻഡ് സെയിൽ പ്രൊസീഡ്സ് രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ. അവരുടെ സ്പെയർ പാർട്സ് ഒക്കെ വിൽക്കുന്നതിലൂടെ അവർക്ക് ലഭിക്കുന്ന വരുമാനമാണ് ഈ സെയിൽ പ്രൊസീഡ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ടയർസ് പിന്നെ എഞ്ചിൻ പാർട്സ് ഇതൊക്കെ വിൽക്കും. ഇനി അടുത്ത ഫാമിംഗ് സൊസൈറ്റീസ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ്. ഓക്കെ, ഫാമിംഗ് സൊസൈറ്റീസ് ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്ന ഫാമിംഗ് സൊസൈറ്റീസ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇനി അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ കോപ്പറേറ്റീവ് വിച്ച് അക്സെപ്റ്റ് ഡെപ്പോസിറ്റ് ആണെങ്കിൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതർ സൊസൈറ്റീസ് ആണെങ്കിൽ ഗ്രോസ് ഇൻകം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈ ടൈപ്സ് ഓഫ് സൊസൈറ്റീസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ പരിശോധിക്കുക. ഓൾ ക്രെഡിറ്റ് സൊസൈറ്റീസ്, എല്ലാ ക്രെഡിറ്റ് സൊസൈറ്റികളും എക്സെപ്റ്റ് PCRDB ആൻഡ് ഹൗസിംഗ്. ഓക്കെ, അവരാണെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്, വർക്കിംഗ് ക്യാപിറ്റലാണ്. ഇനി അടുത്ത് PCRDB, ഹൗസിംഗ് അതുപോലെ ലോങ് ടേം ആണെന്നുണ്ടെങ്കിൽ അഗ്രിഗേറ്റ് ഓഫ് ലോൺ ഇഷ്യൂഡ് ആൻഡ് റിക്കവേർഡ്. ഇനി അടുത്ത് നോൺ ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണെങ്കിൽ സെയിൽ പ്രൊസീഡ്സ്. ക്രെഡിറ്റ് ആൻഡ് നോൺ ക്രെഡിറ്റ് ആണെന്നുണ്ടെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് ഓർ എന്തോന്നാണ് വർക്കിംഗ് ക്യാപിറ്റൽ വിച്ച് എവർ ഈസ് ഹയർ എന്നാണ്. ഇനി അടുത്തത് സൊസൈറ്റി ഡീലിംഗ് ഇൻ ഗുഡ്സ് എക്സെപ്റ്റ് കയർ ആൻഡ് കൺസ്യൂമർ. സൊസൈറ്റീസ് ഡീലിംഗ് ഇൻ ഗുഡ്സ് ആണെന്നുണ്ടെങ്കിൽ എന്തോന്നാണ് സെയിൽ പ്രൊസീഡ്സ് ആണ്. കയർ ആണെന്നുണ്ടെങ്കിൽ ഗുഡ്സ് സോൾഡ് അസ് ഓണർ ആൻഡ് ഗുഡ്സ് സോൾഡ് അസ് ഏജൻറ്റ്. ഓക്കെ, കമ്മീഷൻസ് ഗെറ്റസ് ഏജൻറ്റ്. അപ്പോൾ അത് നോക്കുക. ഇനി അടുത്ത് പറയുന്നത് എന്തോന്നാണ്, പ്രൈമറി കൺസ്യൂമർ ആണെന്നുണ്ടെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് ആണ്. പക്ഷേ DWCSO കൺസ്യൂമർ ഫെഡോ ആണെന്നുണ്ടെങ്കിൽ രണ്ടും നമ്മൾ പരിശോധിക്കും. അതായത് ക്രെഡിറ്റിൻ്റെയും പരിശോധിക്കും അതുപോലെ നോൺ ക്രെഡിറ്റിൻ്റെയും പരിശോധിക്കും. വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ സെയിൽ പ്രൊസീഡ്സ് വിച്ച് എവർ ഈസ് ഹയർ ആണ്. ട്രാൻസ്പോർട്ട് സൊസൈറ്റീസ് ആണെങ്കിൽ ഹയർ ചാർജായി കളക്ട് ചെയ്ത എമൗണ്ട് ആൻഡ് സെയിൽ പ്രൊസീഡ്സ് ആണ്, ഓർ സെയിൽ പ്രൊസീഡ്സ് അല്ല, ആൻഡ് സെയിൽ പ്രൊസീഡ്സ്. ഓക്കെ, ഇനി അടുത്ത ഫാമിംഗ് സൊസൈറ്റീസും സോഷ്യൽ വെൽഫെയറും.
അത് അവർക്കറിയാമല്ലോ, നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അവർ ഡെപ്പോസിറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല എങ്കിൽ അവർക്ക് ഓഡിറ്റ് ഫീ കൊടുക്കേണ്ട ആവശ്യമില്ല. അക്സെപ്റ്റ് ചെയ്താൽ വർക്കിംഗ് ക്യാപിറ്റലിൻ്റെ അടിസ്ഥാനത്തിൽ ഓഡിറ്റ് ഫീ കൊടുക്കുക. മറ്റ് സൊസൈറ്റികളാണെങ്കിൽ ഗ്രോസ് ഇൻകം. ഓക്കെ, അപ്പോൾ ഇതാണ് 65 എന്ന് പറയുന്ന റൂൾ 65 എന്ന് പറയുന്ന ഈ മേഖലയിൽ നിന്നുള്ളൊരു ചോദ്യം. ഇനി അടുത്ത് നമുക്ക് ചോദിക്കാം, the following statements are related to duties, powers of RCS related to settlement of disputes. Identify the statements inappropriate as per provisions of KCS Act. അല്ല, ഇനപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്, തെറ്റായിട്ടുള്ളത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ തെറ്റായിട്ടുള്ളത് മനസ്സിൽ പതിയുക, തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ 2 ക്വസ്റ്റ്യൻ ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് 2 ക്വസ്റ്റ്യൻ നമ്മൾ പരിശോധിച്ചു. അപ്പോൾ ഓഡിറ്റ് നമുക്ക് പരിശോധിക്കാം, നല്ല മേഖലയാണ്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത കൂടിയ മേഖലയാണ്. അപ്പോൾ ഇവിടെ നോക്കാം നമുക്ക്. രജിസ്ട്രാർ അപ്പോയിൻറ്റഡ് as arbitrator has no right to use word court in his proceedings and have jurisdiction to decide monetary disputes only. അല്ലേ, അപ്പോൾ എന്താ പറയുന്നത്? രജിസ്ട്രാർ അപ്പോയിൻറ്റഡ് as arbitrator, ആർബിട്രേറ്ററായി അപ്പോയിൻറ്റ് ചെയ്ത രജിസ്ട്രാറിന് കോർട്ട് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ആൻഡ് ഹാവ് ജൂറിസ്ഡിക്ഷൻ ടു ഡിസൈഡ് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഓൺലി. എന്നിട്ട് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് മാത്രമേ അദ്ദേഹത്തിന് അന്വേഷിക്കാൻ പറ്റത്തുള്ളൂ. അല്ലേ, ശരി, ഓക്കെ. ഇനി അടുത്തത്, രജിസ്ട്രാർ ഓർ എനി പേഴ്സൺ കൺഫേർഡ് വിത്ത് ദ പവേഴ്സ് ഓഫ് RCS ഈസ് ഓൺലി എ ക്വാസി ജുഡീഷ്യൽ അതോറിറ്റി ആൻഡ് നോട്ട് എ കോർട്ട്. അല്ലേ, പറയുന്നത് എന്താ? അതായത് രജിസ്ട്രാറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പേഴ്സണോ, രജിസ്ട്രാറുടെ അധികാരത്തോടു കൂടി വന്നയാളെന്ന് പറയുന്നത് ഇയാളൊരു ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയാണ്, അല്ലാതെ എന്തല്ല, പൂർണ്ണമായും ഒരു കോടതിയല്ല. ഓക്കെയാണ്. അടുത്ത്, മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു ദ സർവീസ് മാറ്റേഴ്സ് ആർ നോട്ട് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ബൈ RCS. അല്ലേ, എന്നതാണ്? സർവീസ് മാറ്റേഴ്സുമായിട്ട് റിലേറ്റപ്പെട്ടിട്ടുള്ള പണപരമായിട്ടുള്ള തർക്കങ്ങൾ RCSനടുത്തേക്ക് വരത്തില്ല, പ്രോത്സാഹിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത, ദ ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ദ പ്രൊമോഷൻ ആൻഡ് ഇൻഡർ സീനിയോറിറ്റി ആർ ടു ബി അഡ്ജുഡിക്കേറ്റഡ് ബൈ RCS. അല്ലേ, അപ്പോൾ എന്താണ്? എംപ്ലോയീസിൻ്റെ സീനിയോറിറ്റി, പ്രൊമോഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആരാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്? അഡ്ജുഡിക്കേറ്റഡ് ബൈ RCS ആണ് പ്രോത്സാഹിപ്പിക്കേണ്ടതെന്ന് പറയുന്നു. ശരി. The RCS has the power to adjudicate upon the service disputes in a society. അല്ലേ, എന്നതാണ്? ഒരു സൊസൈറ്റിയിലെ സർവീസ് ഡിസ്പ്യൂട്ട്സ് പരിശോധിക്കേണ്ടത് അല്ലെങ്കിൽ അതിലൊരു തീർപ്പുണ്ടാക്കേണ്ടത് RCS ആണ് എന്നും പറയുന്നുണ്ട്. ഓക്കെ, ശരി, നമുക്കപ്പോൾ പരിശോധിക്കാം. ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. അല്ലേ, ഏതാണ്? 4 and 5 ഉള്ളി. തെറ്റായിട്ടുള്ളതാണ് മാത്രമാണ് നമ്മൾ എഴുതിയാൽ മതി ഇവിടെ. തെറ്റായിട്ടുള്ളത് അതിൽ 4ാമത്തതും 5ാമത്തതുമാണ് തെറ്റായിട്ടുള്ളത്. കാരണം സർവീസ് ഡിസ്പ്യൂട്ട്സ്, അല്ലേ, സർവീസ് ഡിസ്പ്യൂട്ട്സ്, ഒരു സൊസൈറ്റിയിലെ സർവീസ് ഡിസ്പ്യൂട്ട്സ് പരിശോധിക്കുന്ന RCS ആണ് എന്നാണ് ഇവിടെ പറയുന്നത്. നമ്മളെ സംബന്ധിച്ചറിയാം, നമുക്കറിയാം എന്തോന്നാണ്, നോൺ മോണിറ്ററി തർക്കങ്ങളാണെന്നുണ്ടെങ്കിൽ ആർബിട്രേഷൻ കോർട്ടായിരിക്കും എന്ത് ചെയ്യുക, അതിനെ പറ്റിയിട്ടുള്ള പരിശോധനകൾ നടത്തുക. ഒരിക്കലും RCSന് അത് നടത്താൻ കഴിയത്തില്ല. ഓക്കെ, നമുക്കത് തള്ളിക്കളയാം. ഇനി അടുത്ത് പറയുന്നത്, ദ ഡിസ്പ്യൂട്ട് ഇൻ കണക്ഷൻ വിത്ത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് ആൻഡ് ദെയർ പ്രൊമോഷൻ ആൻഡ് ഇൻഡേഴ്സ് സീനിയോറിറ്റി ആർ ടു ബി അഡ്ജുഡിക്കേറ്റഡ് ബൈ RCS. 2 തെറ്റാണ്, കേൾക്കുമ്പം തന്നെ അറിയാം. അല്ലേ, എന്തോന്നാണ് ഇവർ പറയുന്നത്? RCS ആണ് ഈ ഒരു സീനിയോറിറ്റിയും മറ്റുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ എന്ത് ചെയ്യുക, പരിഹരിക്കുക എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്താണ് ഞാൻ പറഞ്ഞു തരട്ടെ. ഈ ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളിത് വായിക്കുമ്പോൾ വായിച്ച് വരുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇതിലേതൊക്കെയാണ് ശരി എന്ന് നമ്മൾ പരിശോധിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ മൈൻഡ് നമ്മളെ അതിന് വേണ്ടിയിട്ട് തയ്യാറാക്കും. അപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മൾ ശരിയായിട്ടുള്ളത് തെറ്റ്, ഓക്കെ, ശരിയായിട്ടുള്ളത് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കും. അതുവഴി നമുക്ക് ആൻസർ കിട്ടാതെ പോകും. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻസ് ആ ഒരു പ്രത്യേകത മനസ്സിലായല്ലോ. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് ആൻസർ എന്ന് പറയുന്നത് ഡി ആണ്. അല്ലേ, അവസാനത്തെ 2 തെറ്റ്. കാരണം RCSന് അത്തരം നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സുകളൊന്നും ഇടപെടാൻ കഴിയത്തില്ല എന്നുള്ളതാണ് ശരി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു ക്വസ്റ്റ്യൻ്റെ പ്രശ്നം എന്ന് പറയുന്നത്. അതുകൊണ്ട് വായിക്കുമ്പോൾ അതിനെ വ്യക്തമായിട്ട് വായിക്കാൻ വേണ്ടിയിട്ട് മനസ്സിലാക്കുക. ഇന്നപ്രോപ്രിയേറ്റ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഇന്നപ്രോപ്രിയേറ്റ് ആണ്. നമ്മുടെ മനസ്സിൽ ആ ഒരു സാധനം വേണം എപ്പോഴും. നമ്മൾ ഇന്നപ്രോപ്രിയേറ്റ് ആണ് ചെയ്യുന്നത്, നമ്മൾ ഇന്നപ്രോപ്രിയേറ്റ് ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ മനസ്സിലുണ്ടാവണം, എന്നാലേ നമുക്കിതിൻ്റെ ആൻസർ കറക്റ്റായിട്ടുള്ളൊരു ആൻസറിലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ശരി, നോക്കാം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഡിസ്പ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ തർക്കങ്ങളാണ്. അല്ലേ, തർക്കങ്ങൾ പരിഹരിക്കുന്ന അതോറിറ്റികളെന്ന് പറയുന്നത് നമുക്ക് 2 പേരുണ്ട്. ആരൊക്കെയാണ്? രജിസ്ട്രാറും ആർബിട്രേറ്റേഴ്സുമാണ്. ഇവരെ 2 പേരെ നമ്മൾ ക്വാസി ജുഡീഷ്യൽ ബോഡീസ് എന്നാണ് പറയുന്നത്. അതായത് സെമി ജുഡീഷ്യൽ ബോഡി. പൂർണ്ണമായ ജുഡീഷ്യൽ ബോഡീസ് ആണോ എന്ന് കേട്ടാൽ ജുഡീഷ്യൽ ബോഡീസ് അല്ല, എന്നാൽ അതിൻ്റേതായിട്ടുള്ള അധികാരങ്ങളും അവകാശങ്ങളും ഒക്കെ ഉള്ള സ്ഥാപനങ്ങളെയാണ് ക്വാസി ജുഡീഷ്യൽ എന്ന് വിളിക്കുന്നത്. ഓക്കെ, are considered quasi judicial body and are instructed to avoid using the word court. അല്ലെ, എന്താ കോടതി എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഇവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ഉപയോഗിക്കാൻ കഴിയത്തില്ല.
This distinction highlights that while they have judicial functions, they are separate from the regular court system. അവർ ജുഡീഷ്യൽ ഫങ്ഷൻസിലാണ് അവർ ഇടപെട്ട് സംസാരിക്കുന്നതെങ്കിലും ഒരു റെഗുലർ കോർട്ട് എന്നുള്ള രീതിയിൽ അവരെന്ത് ചെയ്യുന്നില്ല, പ്രവർത്തിക്കുന്നില്ല. ഓക്കെ. ആൻഡ് ഓപ്പറേറ്റ് അണ്ടർ എ സ്പെസിഫിക് ലീഗൽ ഫ്രെയിം വർക്ക് ടു അഡ്ജുഡിക്കേറ്റ് ഡിസ്പ്യൂട്ട്സ് വിത്തിൻ ദെയർ സ്പെഷ്യലൈസ്ഡ് ജൂറിസ്ഡിക്ഷൻ. ഒരു പ്രത്യേക പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ട് മാത്രമേ അവർക്ക് തർക്കങ്ങൾ പരിഹരിക്കാനും അത് സോൾവ് ചെയ്യാനും കഴിയുകയുള്ളൂ. അല്ലാതെ അതിന് പുറത്തേക്ക് പോയി വിഷയങ്ങൾ പരിഹരിക്കാനോ അല്ലെങ്കിൽ ആ തർക്കത്തെ കൊണ്ടുവരാനോ ഒന്നും സാധിക്കുകയില്ല. ഒരു സ്പെഷ്യൽ പ്രൊവിഷൻ ഉണ്ട്, അതായത് ഇത്ര ഒരു ആക്ട് ഉണ്ട്. ഇപ്പം നമുക്കറിയാം ആർബിട്രേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും 69-ലും അതുപോലെ ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുമ്പോഴത്തേക്കും 70A RCSൻ്റെയൊക്കെ പറയുന്നത് ഇതിലൊക്കെയാണ് അല്ലേ, 69, 70 അതാണ് അവാർഡ് ആർബിട്രേഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ അറിയാം അവർ ആ ഒരു ഫ്രെയിം വർക്കിനകത്തുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ പറ്റൂ. അതിന് പുറത്തേക്ക് പോവുകയോ മറ്റുള്ള കോർട്ട്സ് ഇടപെടും പോലെയോ ഒന്നും ഇവർക്ക് ഇടപെടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇവരെ ക്വാസി ജുഡീഷ്യൽ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ക്വാസി ജുഡീഷ്യൽ ആയിട്ടുള്ള ഒരു സ്ഥാപനം ഒരിക്കലും കോർട്ട് എന്ന് പറയുന്ന വാക്ക് അവരുടെ പ്രൊസീഡിങ്സിനകത്ത് ഉപയോഗിക്കാൻ പാടില്ല. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് പറയുന്നത് മോണിറ്ററി ഡിസ്പ്യൂട്ട്സും നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സും. അങ്ങനെ രണ്ട് തരത്തിലുള്ള തർക്കങ്ങളാണ് നമ്മുടെ കയ്യിലുണ്ടാവുക. അതിൽ പണപരമായിട്ടുള്ള തർക്കങ്ങൾ ഡീൽ ചെയ്യുന്നത് RCSും പണപരമല്ലാത്ത തർക്കങ്ങൾ ഡീൽ ചെയ്യുന്നത് എപ്പോഴും ആരുമായിരിക്കും, നമ്മുടെ പുള്ളിക്കാരനായിട്ടുള്ള കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും ആയിരിക്കും അല്ലേ. ശരി. ഇനി അടുത്ത് പറയുന്നത് എന്താണ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് എന്തോന്നുണ്ട്, ഒരു സിവിൽ കോടതിയുടെ എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്. സിവിൽ പ്രൊസീജിയർ കോഡ് അനുസരിച്ചാണ് ഇവരെന്ത് ചെയ്യുക, പ്രവർത്തിക്കുക. ലീഗൽ പ്രാക്ടീഷണേഴ്സിൻ്റെയൊന്നും ആവശ്യം ഉണ്ടാവില്ല. പാർട്ടീസിന് വേണ്ടിയിട്ട് അപ്പിയർ ആകാനോ അങ്ങനത്തെ ആവശ്യമൊന്നും ആർബിട്രേഷൻ കോർട്ടിലോ ആർബിട്രേറ്ററിലോ അല്ലെങ്കിൽ രജിസ്ട്രാറിൻ്റെ മുന്നിലോ ഒന്നും അതിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഓക്കെ. ഇനി മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് റിലേറ്റഡ് ടു സർവീസ് മാറ്ററുമായിട്ടുള്ള മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആയിരുന്നാലും അത് ആരുടെ കയ്യിലല്ല, ആർ നോട്ട് ജുഡിക്കേറ്റഡ് ബൈ RCSൻ്റെ കയ്യിലല്ല. അത് നല്ലൊരു പോയിൻ്റാണ്. അതായത് സർവീസ് മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോണിറ്ററി തർക്കങ്ങൾ അല്ലേ, അതൊരിക്കലും RCS അല്ല അതെന്ത് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക. ഓക്കെ. ഇനി അടുത്ത് പറയുന്നത് എംപ്ലോയ്മെൻറ്റ് ഓഫ് ഓഫീസേഴ്സ് സർവൻസുമായിട്ടുള്ള എംപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ, പ്രൊമോഷൻ്റെ കാര്യത്തിലോ സീനിയോറിറ്റിയുടെ കാര്യത്തിലോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ് അതിലെന്തോന്നും ചെയ്യുക, പരിഹാരം ഉണ്ടാക്കുക കേട്ടോ. 69(2)D എന്ന് പറയുന്ന സെക്ഷനകത്താണ് അതെന്ത് ചെയ്യുന്നത്, പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് നിങ്ങൾ നോക്കി വെച്ചേക്കുക. ഓക്കെ അല്ലേ. ശരി. ഇനി അടുത്ത് പറയുന്നു, രജിസ്ട്രാർ ഡസ് ഹാവ് ദ പവർ ടു അഡ്ജുഡിക്കേറ്റ് സർവീസ് ഡിസ്പ്യൂട്ട്സ് ടു സം എക്സ്റ്റെൻറ്റ് ബട്ട് ഹാസ് നോട്ടഡ് സ്പെസിഫിക് സർവീസസ് മാറ്റേഴ്സ് ലൈക്ക് പ്രൊമോഷൻ ആൻഡ് സീനിയോറിറ്റി ആർ റിസർവ്ഡ് ഫോർ ദ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് എന്ന് പറയുന്നു അല്ലേ. എന്താണ്, രജിസ്ട്രാറിന് ചില കാര്യങ്ങൾ സർവീസ് ഡിസ്പ്യൂട്ട്സിലൊക്കെ എന്ത് ചെയ്യാനുള്ള ഇടപെടാനുള്ള അവകാശമുണ്ട്. പക്ഷേ പ്രൊമോഷൻ അതുപോലെ തന്നെ സീനിയോറിറ്റി തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വിധിയിലേക്ക് എത്താൻ അധികാരമുള്ളത് ആർക്ക് മാത്രമാണ്, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടിന് മാത്രമാണ്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്താ പറഞ്ഞത്, ഇവരെന്ന് പറയുന്നത് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റീസ് ആണ്. അവർക്ക് കോർട്ട് എന്ന് പറയുന്ന വാക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഓക്കെ. അതായത് ഇവരുടെ പ്രൊസീഡിങ്സിനകത്ത് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇവർക്ക് സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള മാറ്റേഴ്സിലൊക്കെ ഇടപെടുന്നതെല്ലാം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ്. മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആയിക്കോട്ടെ അത് ഇടപെടുന്നത് RCSും അതുപോലെ നോൺ മോണിറ്ററി ഇടപെടുന്നത് ആരുമാണ്, ആർബിട്രേഷൻ കോർട്ടുമാണ്. ഇനി ചില കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും, പക്ഷേ നമുക്ക് സീനിയോറിറ്റി പ്രൊമോഷൻ എന്നീ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇടപെടേണ്ടത് ആര് തന്നെയാണ്, ആർബിട്രേഷൻ കോർട്ട് തന്നെയാണ്. പിന്നെ ഇനി അടുത്ത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ എംപ്ലോയ്മെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള തർക്കങ്ങൾ ഒരിക്കലും ആരുടെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല, RCSൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നുണ്ട്. ഓക്കെ. ഇനി അടുത്ത് ഇതിനകത്ത് പറയുന്നത് നമ്മുടെ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് റിലേറ്റിംഗ് ടു സർവീസ് മാറ്റേഴ്സ് ആർ നോട്ട് ടു ബി അഡ്ജുഡിക്കേറ്റഡ് ബൈ RCS. ഓക്കെ. സർവീസ് മാറ്റേഴ്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മോണിറ്ററി തർക്കങ്ങൾ ഒരിക്കലും RCSൻ്റെ പക്കലിലേക്ക് പോകത്തില്ല. അപ്പോൾ ഇത്രയും കാര്യമെന്ന് പറയുന്നത് എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്, നമ്മുടെ ഈ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന ആ ഒരു മേഖലയിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഓക്കെ അല്ലേ. ശരി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് കോമ്പിനേഷൻ ഓഫ് നേച്ചർ ഓഫ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് അതോറിറ്റി ടു ഹൂം ഇറ്റ് ഷാൾ ബി റെഫേർഡ് ഈസ് കറക്റ്റ്. ഓക്കെ. ആരുടെ അടുത്തേക്കാണ് ഇത് കൊണ്ടുപോകേണ്ടത്, ആരൊക്കെയാണ് ഇത് പരിഹരിക്കേണ്ടതെന്നാണ് ചോദ്യം. ആരൊക്കെയാണ് ഡിസ്പ്യൂട്ട്സ് റെഗുലേറ്റ് ചെയ്യുന്ന അതോറിറ്റീസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ ഓഫ് സൊസൈറ്റി, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട്. സൊസൈറ്റിയുടെ ക്രെഡിറ്ററും തമ്മിലുള്ള പണപരമല്ലാത്ത തർക്കം കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടാണ് പരിഹരിക്കുന്നത് എന്ന്. ഓക്കെ.
അടുത്ത് നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ ഓഫ് ദി സൊസൈറ്റി, രജിസ്ട്രാർ എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി അടുത്ത് മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ ഓഫ് സൊസൈറ്റി, മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോഡ്. മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ ഓഫ് സൊസൈറ്റി, RCS അല്ലേ. ഓക്കെ, അപ്പോൾ ഇതിന് 2ഉം 4ഉം എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ ഇതാണ് കോമ്പിനേഷൻ എന്ന് പറയുന്നത്. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ ആരാണ്? 2ഉം 4ഉം എന്ന് പറഞ്ഞത് അല്ലേ. 1 and 4 എന്ന് പറയുന്ന ഓപ്ഷൻ ഇതിനകത്തുണ്ടോ? ഉണ്ട് അല്ലേ. അപ്പോൾ അതിനകത്ത് 1ൽ പറയുന്ന നോൺ മോണിറ്ററി ബൈ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ, മോണിറ്ററി ബൈ രജിസ്ട്രാർ. ഓക്കെ, അപ്പോൾ അതായിരിക്കണം ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. 1 and 4 ആണ് ഇതിൻ്റെ ആൻസർ. ഓക്കെ, നമുക്കതൊന്ന് പരിശോധിക്കാം. റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ട്സ് പരിശോധിക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന മേഖലയിൽ നിന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് എക്സാമിന്. ഓക്കെ, അപ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്ത് നിന്ന് എന്തൊന്നുണ്ടാവും? ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ ഇത് നോക്കുക, മോണിറ്ററി നാച്ചറും നോൺ മോണിറ്ററി നാച്ചറും അങ്ങനെ 2 തരത്തിലുള്ള തർക്കങ്ങളുണ്ടാവും. മോണിറ്ററി നാച്ചർ ഡീൽ ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? RCSും. നോൺ മോണിറ്ററി മാറ്റേഴ്സ് ഡീൽ ചെയ്യുന്നത് എപ്പോഴും ആരായിരിക്കും? കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ടും ആയിരിക്കും. ഇനി അടുത്ത് പറയുന്നത് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന RCSൻ്റെ പക്കലിലേക്ക് കൊടുക്കുന്നു. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്ന ആർബിട്രേഷൻ കോർട്ടിന് കൊടുക്കുന്നു. മോണിറ്ററി ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ സൊസൈറ്റി ആൻഡ് ക്രെഡിറ്റർ, വാട്ട് എവർ ദ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ഇറ്റ് ഷാൽ ബി ഫൈൽഡ് ബിഫോർ എന്താണ്? RCS. ഓക്കെ, എന്തോ ആയിക്കോട്ടെ, അത് മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് ആണെങ്കിൽ അത് RCSന് മുന്നിലേക്ക് പോവും. നോൺ മോണിറ്ററി ഡിസ്പ്യൂട്ട്സ് അല്ലെ, എനി ഡിസ്പ്യൂട്ട് അറൈസിങ് ഇൻ കണക്ഷൻ വിത്ത് employment of officers and servants of the different classes of the society specified in section 81 including their promotion and seniority etc. അല്ലേ, എന്താ പറയുന്ന പ്രൊമോഷൻ, സീനിയോറിറ്റി എന്നീ കാര്യങ്ങൾ മുതലായിട്ടുള്ള തർക്കങ്ങളാണെങ്കിൽ ഇത് ആരുടെ കൈകളിലേക്കാണ് എത്തുക? ആരുടെ കൈകളിലേക്ക് എത്തുന്നു? നമ്മുടെ ആർബിട്രേഷൻ കോർട്ടിൻ്റെ കൈകളിലേക്ക് എത്തും. ഓക്കെ, അതൊക്കെ നോൺ മോണിറ്ററി തർക്കങ്ങളാണ് പറയുന്നത്. ഇനിയും അതുപോലെ തന്നെ ഇലക്ഷൻ തർക്കങ്ങൾ അല്ലേ. ഇലക്ഷൻ തർക്കങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോർഡ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട തർക്കങ്ങളൊക്കെ ആണെങ്കിൽ ഇതെല്ലാം ഇതെല്ലാം പരിഹരിക്കുന്നത് ആരാണ്? ആർബിട്രേഷൻ കോർട്ടാണ്. ഓക്കെ അല്ലേ, ശരി. അപ്പോൾ ഇതിത്രയും എന്താണ് ഡിസ്പ്യൂട്ട്സുമായിട്ട് റിലേറ്റ് ചെയ്തത്. അപ്പോൾ ഡിസ്പ്യൂട്ട്സ് ഇന്ന് രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് പരിശോധിച്ച് നോക്കാം. അടുത്ത ക്വസ്റ്റ്യനും കാറ്റുമായിട്ട് ബന്ധപ്പെട്ട, കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ട്രൈബ്യൂണലുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്. അപ്പോൾ അതിനകത്ത് പറയുന്നത് CAT is a forum subordinate to the registrar of cooperative societies. Okay, CAT exercises same powers as that of civil court. Okay, CAT has the power to consider the request of delinquent for payment of allowance pending inquiry. Okay, the CAT shall have jurisdiction to hear appeals against decision of the RCS or an arbitrator. അപ്പോൾ ഇന്നപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളതാണ് നമ്മളോട് ചോദിക്കുന്നത്. ഇന്നപ്രോപ്രിയേറ്റ് CAT എന്ന് പറയുമ്പോൾ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ട്രിബ്യൂണൽ, ആർബിട്രേഷൻ കോർട്ട് അല്ലെങ്കിൽ ട്രിബ്യൂണൽ എന്നാണ്, അത് തന്നെയാണ് പറയുന്നത്. അവിടെ ആദ്യം അവർ പറയുന്നത് CAT ഈസ് എ ഫോറം സബോർഡിനേറ്റ് ടു ദ RCS എന്നാണ് പറയുന്നത്. ഓക്കെ, RCSൻ്റെ ഒരു ഫോറം സബോർഡിനേറ്റ് ആണ് CAT എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഇപ്പം തന്നെ അത് കിട്ടിക്കാണും എന്താണെന്നുള്ള സംഭവം. CAT exercise സെയിം പവേഴ്സ് ആസ് ദാറ്റ് ഓഫ് സിവിൽ കോർട്ട്. സിവിൽ കോടതിയുടെ എല്ലാവിധ അധികാരങ്ങളും ട്രിബ്യൂണലിന് അല്ലെങ്കിൽ ആർബിട്രേഷൻ കോർട്ടിനുണ്ടാവും. CAT has power to consider the request of delinquent for payment of allowance pending enquiry. അല്ലേ, എന്താണ് അലവൻസ് കൊടുക്കുന്നില്ല, പെൻഡിങ് എൻക്വയറി കിടപ്പുണ്ട്, ഇത്തരം പരാതികൾ CAT പരിഗണിക്കും എന്നാണ് ചോദിക്കുന്നത്. The CAT shall have jurisdiction to hear appeals against decision of the RCS or an arbitrator. അല്ലേ, ആർബിട്രേറ്ററോ RCSോ കൊടുത്ത ഒരു വിധിക്കെതിരെ അപ്പീൽ കേൾക്കാനുള്ള അധികാരം CATനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? നമുക്ക് 1 മാത്രമാണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അല്ലേ. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ സിവിൽ കോടതിയുടെ അതേ അധികാരങ്ങളുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ, ഇന്നപ്രോപ്രിയേറ്റ് ആണ് നമ്മൾ ചോദിക്കുന്നത്, കറക്റ്റാണ്. CAT has power to consider the request of delinquent for payment of allowance pending inquiry. Okay, the CAT shall have jurisdiction to hear appeals against decision of the registrar or arbitrator. ഓക്കെയാണ്, അതും നമുക്ക് പ്രശ്നമില്ല. ഇതിൽ ആദ്യത്തെ പറയുന്നത് എന്താ? രജിസ്ട്രാറിൻ്റെ സബോർഡിനേറ്റ് ആണ് CAT എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരിക്കലും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു ആൻസർ അല്ല, അത് ഇന്നപ്രോപ്രിയേറ്റ് ആണ്. അതുകൊണ്ട് നമ്മളത് എന്ത് ചെയ്തു? എലിമിനേറ്റ് ചെയ്തു. ഓക്കെ അല്ലേ. ബാക്കിയൊക്കെ എന്താണ്? അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആൻസേഴ്സാണ്. അപ്പോൾ അതിൽ അപ്പീൽ എന്ന് പറയുന്ന ഒരു സംഭവം വരുമ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് തോന്നും. അപ്പീൽ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയ ഡൗട്ട് തോന്നും. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 1 and 4 എന്ന് പറഞ്ഞിട്ട് എന്തോന്നില്ല, അതിനകത്തൊരു ഓപ്ഷൻ ഇല്ല.
അതുകൊണ്ട് നമുക്കത് എന്തുമായിട്ട് ചെയ്യാം, അതുമായിട്ട് മുന്നോട്ട് പോകാം, പ്രശ്നമില്ല. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ അതൊന്ന് പരിശോധിക്കാം. കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് ഒരിക്കലും RCSന് സബോർഡിനേറ്റ് അല്ല, അതൊരു ഇൻഡിപെൻഡൻറ്റ് ജുഡീഷ്യൽ ബോഡിയാണ്. ഓക്കെ അല്ലേ? ഇനി അടുത്ത് പറയുന്നത് ദ അപ്പലേറ്റ് അതോറിറ്റി ഫോർ ദ അവാർഡ് ഗിവൺ ബൈ RCS ആൻഡ് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ കോർട്ട് ഈസ് കാൾഡ് ട്രിബ്യൂണൽ. എന്താ പറയുന്നത്? ആർബിട്രേഷൻ കോർട്ടും അതുപോലെ തന്നെ RCSും കൊടുക്കുന്ന അവാർഡുകൾക്ക് മേലെ പോകാൻ അല്ലെ അപ്പീൽ പോകാൻ കഴിയുന്ന ആൾ ആരാണ്? ട്രിബ്യൂണലാണ്. ഇനി 81 അനുസരിച്ച് ഗവൺമെൻറ് ഒരു ട്രിബ്യൂണൽ എന്ത് ചെയ്തിട്ടുണ്ട്? രൂപീകരിച്ചിട്ടുണ്ട്. ട്രിബ്യൂണൽസ് എന്ന് പറയുന്നത് സിംഗിൾ മെമ്പേഴ്സ് ആയിരിക്കും. ട്രിബ്യൂണൽസിലെ അകത്ത് വരുന്ന ആൾക്കാരെന്ന് പറയുന്ന സിംഗിൾ മെമ്പേഴ്സ് ആയിരിക്കും അല്ലേ. ഇനി അടുത്ത് ഇതിനകത്ത് പറയുന്നത് എന്തോന്നാണ്? ദ കാറ്റിന്, അതായത് കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ട്രിബ്യൂണലിന് ഒരു സിവിൽ കോടതിയുടെ എല്ലാവിധ അധികാരങ്ങളും ഉണ്ട്. അവ പരിശോധിക്കാനും ദൃക്സാക്ഷികളെ വിവരണം ചെയ്യാനും അവരെ വിശദീകരിക്കാനും ഒക്കെ ഉള്ള അധികാരം ആര് കൊടുക്കുന്നുണ്ട്? നമ്മുടെ കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ട്രിബ്യൂണലിനെ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇനി കോപ്പറേറ്റീവ് ആർബിട്രേഷൻ ട്രിബ്യൂണൽ എന്ന് പറയുന്നത് എന്തോന്നാണ്? ഹാസ് ദ അതോറിറ്റി ടു കൺസിഡർ റിക്വസ്റ്റ് ഫ്രം എ ഡെലിംഗൻറ്റ് പാർട്ടി ഫോർ പേയ്മെൻറ്റ് ഓഫ് ആൻ അലവൻസ് ഡ്യൂറിങ് ആൻ എൻക്വയറി. അല്ലേ, എന്താ ഒരു എൻക്വയറി സമയത്ത് എന്താണ് നമുക്ക് പണം നൽകിയിട്ടില്ല എന്ന് എന്ത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അതിനുള്ള പരാതി കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ആരുടെ സമീപിക്കാം? CAT അല്ലെങ്കിൽ കാറ്റിനെ എന്ത് ചെയ്യാം? സമീപിക്കാം. ഇനി എനി അഗ്രീഡ് പേഴ്സൺ മെയ്ഡ് അപ്പീൽ ടു ട്രിബ്യൂണൽ അഗെയിൻസ്റ്റ് ദ ഫോളോയിങ്. അല്ലേ, എന്താ നമുക്ക് അപ്പീലിന് പോകാൻ കഴിയുന്ന കേസുകളാണ് താഴെ പറയുന്നത്. 71, 14, 9, 76 അതുപോലെ 76. ഓക്കെ, അപ്പോൾ എനി അവാർഡ് ബൈ ആർബിട്രേറ്റർ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഏതിനകത്ത് പറയുന്നുണ്ട്? നമ്മുടെ ഈ ഒരു ട്രിബ്യൂണൽ എന്ന് പറയുന്ന 82-ലാണ് ഇത് പറയുന്നത് കേട്ടോ. അപ്പീൽ ടു ട്രൈബ്യൂണൽ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇത്രയും. ഓക്കെ അല്ലേ? ശരി, അപ്പോൾ ഇതോടുകൂടി എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷൻ എന്ത് ചെയ്തിരിക്കുകയാണ്? അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സെഷൻ എല്ലാവരും യൂസ്ഫുൾ ആക്കി മാറ്റുക. എല്ലാവർക്കും യൂസ്ഫുൾ ആകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ എക്സാംസ് വരികയാണ്. എക്സാംസിന് വേണ്ടിയിട്ട് ഈ ക്വസ്റ്റ്യൻസ് റെഫർ ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. ഇതിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ഭാഗങ്ങൾ കുറച്ചുകൂടെ സ്ട്രെസ് കൊടുത്ത് പഠിക്കുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും മറ്റൊരു ക്ലാസ്സിലേക്ക് വരുന്നത് വരെ നന്ദി, നമസ്കാരം.